ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന സ്നേഹം അത് വേണ്ട. നമുക്ക് ഇല്ലാത്തപ്പോ നമ്മളെ കൂടെ ആരാണോ അവരെ നമ്മൾ മൈൻഡ് ചെയ്യും. അല്ലാണ്ട് നമുക്ക് കാശുണ്ടായി കഴിയുമ്പോ ചിരിച്ചിട്ട് എന്ന് പറയുന്നത് അത് കാശുണ്ടാകുമ്പോൾ മാത്രമുള്ള അറിയാവുന്നവര് പോലും നമ്മളെ വിളിച്ചിട്ട് തിരക്കാത്ത കാര്യങ്ങൾ, നമ്മൾ ഒന്ന് കാണാത്തവര് പോലും നമ്മളോടൊന്നും മിണ്ടാത്തവര് പോലും വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് പ്രഗ്നന്റ് ആയിട്ട് എന്തുണ്ട് വിഷയം, ഹോസ്പിറ്റലിൽ പോയോ, ഫുഡ് കഴിച്ചോ, കറക്റ്റ് ആയിട്ട് കഴിക്കണം. ഹായ് ഗൈസ്, നമ്മുടെ എല്ലാ ചങ്ക് സബ്സ്ക്രൈബറിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കുറെ നാളായി നമ്മുടെ ചാനലിനകത്ത് ഒരു വീഡിയോ ഇട്ടിട്ട് നമ്മൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജച്ച പ്രഗ്നന്റ് ആണ്. അപ്പം അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല. അതേപോലെ തന്നെ അതിനു മുന്നേ നമ്മുടെ ഷോപ്പൊക്കെ ഒന്ന് പൊളിഞ്ഞു വീണായിരുന്നു. അതിനു മുന്നേ ഒരു കാര്യം പറയേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവ് ഇരുന്നിട്ട് നമ്മൾക്ക് ഒരു 21 സബ്സ്ക്രൈബറിന് അടുത്ത് വന്നിട്ട് 22 സബ്സ്ക്രൈബറിന് അടുത്ത് വന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ സ്വപ്നം കാണുക എന്നൊക്കെ പറയത്തില്ല, നമ്മൾ ആ ലൈവ് ഇരിക്കാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പിച്ച് വരെ ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വപ്നം കാണാൻ നോക്കാൻ വേണ്ടി. അപ്പൊ നമുക്കെല്ലാം സത്യമായിരുന്നു. പക്ഷെ രാവിലെ ഉറക്കം എണീച്ചപ്പോഴത്തേക്ക് നമ്മൾ സബ്സ്ക്രൈബർ പോയി, നമ്മളെ കടമിറങ്ങി വീണ്. അങ്ങനെ നമുക്ക് ഒത്തിരി വിഷമം ഉണ്ടായി. ഭയങ്കര ഒരു വിഷമത്തിലൂടെ നമ്മൾ കടന്നു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ചേച്ചാ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പം നമുക്ക് വളരെ സന്തോഷമായി. അപ്പൊ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ഇത് കാണണം, വീഡിയോ ഫുള്ളായിട്ട് കാണണം. അല്ലാണ്ട് നമ്മൾ ഈ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ ചുമ്മാ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, എല്ലാവരും കേൾക്കണം. എന്നാലേ നമുക്ക് ഈ വീഡിയോ ഇടുന്നതിനൊക്കെ ഒരു അർത്ഥം വേണ്ടേ. നമുക്ക് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12,500 അടുത്ത് സബ്സ്ക്രൈബർ ഉണ്ട് നമ്മുടെ ചാനലിനകത്ത്. നമ്മൾ ഇതിനകത്തൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആകെ കാണുന്നത് ചിലപ്പോ 5 അല്ല 50, 100, 200, 300 കൂടിപ്പോയ 1000 പേര്. അതിന്റെ മേളിൽ നമ്മുടെ ചാനലിനകത്ത് വ്യൂ കിട്ടുന്നില്ല. പക്ഷെ അത് അപേക്ഷിച്ച് നമ്മൾ വേറൊരു ചാനലിൽ പോയി നോക്കിക്കേ, നല്ല ചാനലിന്റെ കാര്യമല്ല പറയുന്നത്, ഒത്തിരി ഫാമിലി വ്ലോഗ്സ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ. നമുക്കറിയാം നമ്മുടെ കേൽ ബ്രോ ബിജുയുടെ ചാനൽ 50 മില്യൺ അടിച്ച നമ്മുടെ കേരളത്തിലെ ഫസ്റ്റ് ചാനലാണ്. ഫാമിലിയാണ് അവര്. അതേപോലെ തന്നെ പല ഫാമിലി യൂട്യൂബേഴ്സ് ഉണ്ട്, അവരെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി കണ്ടന്റും കാര്യങ്ങളും ചെയ്യുന്ന ഒത്തിരി ഡെയിലി വ്ലോഗ്സ് അങ്ങനെ ഒത്തിരി വീഡിയോകൾ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. നമ്മൾ അതേപോലെയൊക്കെ തന്നെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു 3 വർഷമായി നമ്മുടെ ഈ ചാനൽ കൊണ്ടുപോയിട്ട് തുടങ്ങിയിട്ട്. ആ സമയത്തൊന്നും ഞാനില്ല, ഞാൻ വന്നിട്ട് ഇപ്പൊ കുറച്ച് നാളെ ആയിട്ടുള്ളു. അതിന് മുമ്പെന്ന് പറയുമ്പോൾ ഒരു 3 വർഷത്തോളമായി ഇതായത്. ഫസ്റ്റ് തന്നെ നമ്മൾ കുക്കിംഗ് ആണ് ഫോക്കസ് ചെയ്തത്, കുക്കിങ്ങും ട്രാവലിംഗും ആണ് ഫോക്കസ് ചെയ്തത്. അങ്ങനെ കുക്കിങ്ങിന്റെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് എന്ന് പറഞ്ഞാൽ അതും എല്ലാവരും ചെയ്യുന്ന പോലെയല്ല, ഒരുപാട് വെറൈറ്റി കണ്ടന്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. കാര്യം എന്താണെന്ന് വെച്ചാൽ കല്ലില് ബീഫ് ചുടുന്നത്, തണ്ണിമത്തങ്ങയില് മത്തി കറി ഉണ്ടാക്കുന്നത്, അങ്ങനെ ഒരുപാട് ഗ്രില്ല് ചെയ്യുന്ന ഇതുവക ഒത്തിരി വീഡിയോസ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ വ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത് അന്ന് വന്നതെന്ന് പറയുന്നത് ഏകദേശം ഒരു 300, 400, 500 ആ ഒരു ലെവലിൽ. ആ സമയത്ത് എന്ന് പറയുന്നിടത്ത് സബ്സ്ക്രൈബർ എന്ന് പറയുന്നിടത്ത് 2500 അത്രേ ഉള്ളായിരുന്നു. ആ സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു 600, 700 വ്യൂസ് കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് 12,500 സബ്സ്ക്രൈബർ ഉണ്ടായിട്ടും മുമ്പത്തെ ആ വ്യൂസ് തന്നെ നമുക്ക് ഇപ്പോഴും കിട്ടുന്നുള്ളൂ. പക്ഷേ എല്ലാവരും പറയും നിങ്ങൾ നല്ല കണ്ടന്റ് ഇട്. ചില കമന്റുകൾ അടിക്കാൻ വേണ്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന കുറെ കമന്റുകളുണ്ട്. അവരുടെയൊക്കെ അല്ല നമ്മൾ ഈ പറയുന്നത്. നല്ല രീതിയിൽ നമ്മളെ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കി കേൾക്കുന്നവരോടാണ്. എല്ലാവരും നമ്മൾ ഇടുന്ന ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, അവർക്കും ഗുണം ചെയ്യും. അതേപോലെ തന്നെ ഇതിനകത്തോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അവർക്കും ഒത്തിരി ഗുണം ചെയ്യും. നമ്മൾ അന്ന് വീഡിയോ ഇടുന്ന സമയത്ത് കിട്ടുന്ന ആ വ്യൂസ് തന്നെ ഇപ്പോഴും കിട്ടാറുള്ളൂ. ചിലർ പറയും നിങ്ങൾ കണ്ടന്റ് മാറ്റിപ്പിടി. നമ്മൾ ചെയ്യാത്തതായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടന്റും ഇല്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫുഡ് കഴിഞ്ഞിട്ട് ട്രാവലിംഗിന്റെ വീഡിയോ ഇട്ട്, പിന്നെ അല്ലാതെ ഫിലിമിന്റെ റിവ്യൂസ് ഇട്ട്, അതും ഞങ്ങൾ പോയി കണ്ടിട്ട് വന്നിട്ട് അന്ന് രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. പക്ഷെ രാത്രി എന്നിട്ട് പിറ്റേന്ന് ആയിക്കഴിഞ്ഞാൽ ആ സിനിമ കണ്ടതിന്റെ ഫീല് പോകുമെന്ന് വിചാരിച്ച് പാതിരാത്രി ഇരുന്ന് വരെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. പാതിരാത്രി ബിരിയാണി, കാട ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല നല്ല കണ്ടന്റുകൾ. എല്ലാരും വിചാരിക്കുന്നത് നമ്മൾ ഈ പറയുന്നത് കൂതറ ഇതായിരിക്കും, വീഡിയോ ആയിരിക്കും, കണ്ടന്റ് ആയിരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഒത്തിരി കണ്ടന്റുകൾ ഇടുന്നുണ്ട്. ഈ രാത്രി ഇരുന്ന് ഓണത്തിന്റെ സമയത്താണെങ്കിൽ തന്നെ ഓണത്തിന് ഞങ്ങൾ സദ്യ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ, അത് ഞങ്ങൾ
ഒത്തിരി കഷ്ടപ്പെട്ടു, ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. അത് ഒരുപാട് വട്ടം ലൈവിൽ ഞങ്ങൾ പറഞ്ഞ കാര്യമാണ്. കാര്യം ഞങ്ങൾ തലേ ദിവസം രാത്രി ഒരുപാട് കഷ്ടപ്പെട്ട്, രാത്രി ഉറക്കം പോലും ഇല്ലാഞ്ഞ്, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളപ്പോ ഒരു ഉറക്കം പോലും ഇല്ലാഞ്ഞിട്ട് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യലും അതും ഇതും ഒക്കെ. കാര്യം നാളെ രാവിലെ മുതലുള്ള കുക്കിംഗ് ആയിരിക്കും. അപ്പൊ തലേ ദിവസം രാത്രി എല്ലാം സാധനങ്ങളൊക്കെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് എല്ലാം ഇതാക്കി എനിക്ക് എല്ലാം സെറ്റാക്കി. എന്നിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങി. ആ കിടന്ന് നമ്മൾ ഹാളിലിട്ടാണ് എല്ലാം കട്ട് ചെയ്തത്. ആ സമയത്ത് ഉറക്കം വന്നിട്ട് 2 മണി 3 മണി 4 മണി ആ ടൈം ആയപ്പോഴത്തേക്ക് കിടന്ന് ഉറങ്ങിപ്പോയി അറിയാണ്ട്. എന്നുവെച്ചാൽ ഉള്ളിയുടെയും സവാളയുടെ ഒക്കെ തൊഴിൽ രാത്രി ഞങ്ങൾ രണ്ടുപേരുടെയും തലയിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് രാവിലെ. എല്ലാവരും പറഞ്ഞ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ആദ്യം വീഡിയോ ചെയ്തപ്പോ എല്ലാരും പറഞ്ഞ എന്താന്ന് പറയാം, നിങ്ങൾ കുക്കിംഗ് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മള് റീച്ച് ആണെന്ന് പറഞ്ഞിട്ട് ആദ്യം നമ്മളെ കയ്യിൽ നിന്ന് ഫണ്ട് ഇറക്കി ഒത്തിരി കുക്കിംഗ് വീഡിയോ ചെയ്തു. നമ്മളെ കയ്യിൽ നിന്ന് ഫണ്ട് ഇറങ്ങുന്നതല്ലാണ്ട് നമുക്ക് അതുകൊണ്ട് ഒരു ഗുണവും ഇല്ല, വ്യൂവും കയറുന്നില്ല. അത് കഴിഞ്ഞപ്പോ എല്ലാവരും പറഞ്ഞാൽ നിങ്ങൾ സിനിമയുടെ റിവ്യൂ, എല്ലാവർക്കും സിനിമ റിവ്യൂ ആണ് ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണാത്ത പടങ്ങൾ എല്ലാം പോയി കണ്ടിട്ട് നമ്മൾ അതിന്റെ റിവ്യൂ ചെയ്തു. അപ്പൊ തന്നെ പോയിട്ട് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ പടം കാണാൻ മുമ്പ് വലിയതായിട്ട് പോകത്തില്ലായിരുന്നു. പിന്നെ നമ്മൾ ഈ റിവ്യൂ ഇടുന്നതുകൊണ്ട് നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ നമുക്ക് കാണാണ്ട് അതിനെ കുറിച്ച് റിവ്യൂ ഇടാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പടത്തിന് പോയിട്ട് അതിന്റെ റിവ്യൂ നട്ടപ്പാരാത്രി വന്ന് ഇരുന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ നമ്മുടെ വേൾഡ് കപ്പ് തുടങ്ങിയപ്പോ എല്ലാവരും പറഞ്ഞു നിങ്ങൾ ക്രിക്കറ്റ് കളിന്റെ കണ്ടന്റ് ഇടുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അതിനെ കുറിച്ച് അറിയാൻ താല്പര്യ. നമ്മൾ ആ വീഡിയോ നമുക്ക് ഈ 12K സബ്സ്ക്രൈബർ ഉള്ള നമ്മളെ ക്രിക്കറ്റ് കളിന്റെ അതിന്റെ റിവ്യൂ ഇടാൻ നേരത്ത് വരുന്നത് 50 പേര്, 70 പേര്, 100 പേര്, ഇത്രയും പേരൊക്കെയാണ് നമ്മുടെ വീഡിയോ വ്യൂ ചെയ്യുന്നത്. പിന്നെ എല്ലാവരും നമ്മുടെ പറഞ്ഞത് ട്രാവലിംഗ് ഇട് അടിപൊളിയാണ്, നമ്മുടെ ഈ ബുൾജെറ്റിന്റെ ഒക്കെ കണ്ടില്ലേ, അമ്മാരെ എന്ത് കോമാളിത്തരങ്ങൾ കാണിച്ചാലും 1 മില്യൺ ഒക്കെയാണ് വ്യൂ കിട്ടുന്നത്. നിങ്ങൾ അതേപോലെ ചെയ്യാൻ പറഞ്ഞു. നമ്മൾ അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും കൂടെ ട്രാവലിംഗ് ചെയ്തിട്ട് വീഡിയോ ഇട്ടിട്ടും അതും നമ്മൾ പറയുന്ന കണക്കത്തുള്ള ഒരു ക്ലിക്കൊന്നും ആയിട്ടൊന്നുമില്ല. പിന്നെ എല്ലാവരും പറഞ്ഞ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യും, നല്ല അടിപൊളി സാധനമാണ്. ഹോട്ടലിലൊക്കെ പോയി റിവ്യൂ, ഫുഡിന്റെ ഒക്കെ റിവ്യൂ. ചിലവർ പറഞ്ഞാണെങ്കിൽ നിങ്ങൾ ഫുഡ് ഉണ്ടാക്കണ്ട, നിങ്ങൾ ആ പൈസക്ക് നിങ്ങൾ പോയി ഫുഡ് കഴിച്ചിട്ട് ആ കടകളിലുള്ള റിവ്യൂ ഒക്കെ ചെയ്യും. അങ്ങനെ സെറ്റ് ആവുന്ന പറഞ്ഞാൽ നമ്മൾ കടകളിൽ പോയി ഫുഡ് കഴിച്ചിട്ട് ആ റിവ്യൂ ഇട്ടിട്ട് നമ്മൾ പ്രതീക്ഷിക്കത്ത് നമ്മളെ വ്യൂ ഒന്നും ഉയർന്നില്ല. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞാണെങ്കിൽ നിങ്ങൾ കണ്ടന്റ് മാറ്റിപ്പിടിച്ചിട്ട് റിയാക്ഷൻ വീഡിയോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സുപ്രഭാതത്തില് നമ്മൾ അർജു ക്ലിക്കായിട്ട് വന്നില്ലേ, നമ്മൾ അർജു എന്ന് പറയുന്നത് റോസ്റ്റിംഗ് വീഡിയോ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ക്ലിക്കായിട്ട് വന്നില്ലേ അർജു എന്ന് പറയുന്നത്. അതേപോലെ നമ്മളും റിയാക്ഷൻസ് വീഡിയോ ഇടാൻ തുടങ്ങിയപ്പം ഏതാണ്ടൊക്കെ അരികും മൂലയൊക്കെ കയറി വരാൻ തുടങ്ങി. അപ്പൊ നമ്മൾ ഓർത്തിട്ട് നല്ലൊരു കണ്ടന്റ് ആണ്. നമ്മള് സിനിമ പ്രത്യേകിച്ച് ചെലവുമില്ല, നമുക്ക് നമ്മളോരോ കാര്യങ്ങൾ എടുത്തിട്ട് അതിനൊക്കെ അത് റിയാക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് റീച്ച് കൂടെ ഉണ്ടാവും. സത്യം പറഞ്ഞാൽ നമ്മൾ അത് ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും മെമ്പർഷിപ്പിലൊക്കെ ഞങ്ങള് പിന്നെ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വ്യൂ വന്നിരിക്കുന്ന റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈവ് മെമ്പർഷിപ്പ് വീഡിയോസ് ഉണ്ടല്ലോ, സ്ത്രീകളുടെ നെഗറ്റീവ് വീഡിയോ ഇടുന്നത് മാത്രം. ഇനി അതാണോ എന്ന് കാണാൻ വേണ്ടി വന്നിട്ട് നമുക്ക് വീഡിയോ കയറിയിട്ടുണ്ട്. അല്ലാണ്ട് ഒരിക്കലും നമ്മൾ നല്ലതിനായിട്ടല്ല വീഡിയോ കയറിയിരുന്നത്. കാരണം പറയാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി നല്ല വീഡിയോ ഇത്ര 3 വർഷത്തിന്റെ ഇടയ്ക്ക് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയത് നമുക്ക് ഇവരുടെ ഇങ്ങനെ ഈ കണ്ടന്റ് ഒക്കെ ഇട്ട് നമ്മൾ ആ ഒരു അതിനെ കുറിച്ച് വീഡിയോ ചെയ്തപ്പോഴാണ് എല്ലാവരും ഇനി അവരുടെ ലൈവാണോ നോക്കാൻ വേണ്ടി എന്തുവാണെന്ന് പറയാൻ വേണ്ടി കണ്ടിട്ടാണ് ആ വീഡിയോ അത്രയും 22,000 30,000 ഒക്കെ വ്യൂ വരുന്നത്. നമ്മളത് കളഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ എന്തിനാണ് മറ്റുള്ളവർ അവർ ജീവിക്കാൻ വേണ്ടി അവരെന്തെങ്കിലും കാണിക്കട്ടെ. നമ്മൾ ചുമ്മാ ചെയ്ത് നോക്കി, നമുക്ക് ആരോടും ദേഷ്യമില്ല വൈരാഗ്യമില്ല. അതേപോലെ തന്നെ അവർക്ക് നമ്മളെ അറിയത്തില്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യവും വൈരാഗ്യമൊന്നുമില്ല. നമ്മൾ ചുമ്മാ ചെയ്ത് നോക്കിയപ്പോ അത് റീച്ചായി. നമ്മൾ നോക്കാൻ വേണ്ടി ചെയ്താണ് ഇത്. ഇനി അത് പലരും അങ്ങനെ റിയാക്ട് ചെയ്യാൻ നേരത്തെ ആ വീഡിയോസ് ഒക്കെ കയറുന്നുണ്ട്. നമ്മൾ ഫണ്ട് മുടക്കി വീഡിയോ ചെയ്തിട്ട് കയറുന്നില്ല. ഓരോരുത്തർ റൂമിനകത്ത് അടച്ചു നിന്നിട്ട് ഈ അർജുൻ തന്നെ ഓരോരുത്തരെ എടുക്കും, എന്നിട്ട് അവരെ റോസ്റ്റ് ചെയ്യും. അതുപോലെ പലരും കൈസ് എന്ന് പറയുന്ന ഒരു പുള്ളിയുണ്ട്, അവനും ഇത് കണക്ക് തന്നെ റിയാക്ട് ചെയ്തിട്ട് ഭയങ്കര വ്യൂ ആ. വേറെ പരിപാടിയൊന്നുമില്ല, പുള്ളി ആരെങ്കിലും എടുക്കും, ഇരുന്ന് കുറെ നെഗറ്റീവും കാര്യങ്ങളും പറയും. വീഡിയോക്ക് നല്ല വ്യൂവും 10, 200, 300K സബ്സ്ക്രൈബർ ഉണ്ട്. നമുക്ക് ഇത്രയായിട്ട് നമ്മൾ എല്ലാവരും പിന്നെ പറഞ്ഞത് നമ്മൾക്ക് ഷോർട്ട് ഇടാൻ പറഞ്ഞു. നമ്മൾ കണ്ടമാനം ഷോർട്ട് ഇടുന്നുണ്ട്. നമ്മൾ കപ്പിൾ ആദ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ ചെയ്തപ്പോ എല്ലാവരും പറഞ്ഞാൽ നിങ്ങൾ കപ്പിൾസ് ആയിട്ട് വീഡിയോ ഇടുന്നത് എല്ലാവരും ഭയങ്കര വ്യൂ ആണ്, റീച്ച് കൂടുക എന്ന് നമ്മളെ മാരേജ് കഴിഞ്ഞപ്പോ തൊട്ട്, നമ്മള് മാരേജിന് മുന്നേ ഇവിടെ തന്നെയാണ് എന്റെ വീഡിയോ എടുത്തോണ്ടിരുന്നത്. മാരേജ് കഴിയാത്തതുകൊണ്ടാണ് വീഡിയോയിലായിട്ട് ഇറക്കാണ്ടിരുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അപ്പത്തൊട്ടുള്ള എല്ലാ വീഡിയോക്കകത്തും നമ്മൾ രണ്ടുപേരും കൂടെയാണ് ഈ കപ്പിൾസ് വീഡിയോ ഇടുന്നത്. നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നുണ്ട്.
പല വീഡിയോസ് നമ്മളിപ്പോ ഫുഡ് ഉണ്ടാക്കുന്നതാട്ടെ എന്ത് ചെയ്യുന്നതാട്ടെ നമ്മൾ ഈ കപ്പിൾസ് വ്ലോഗിൽ തന്നെ ഒരു ദിവസം രാത്രി ഒരു 2 മണിയപ്പോ നമ്മൾ കാട ബിരിയാണി ഉണ്ടാക്കിയിട്ട് ആ വീഡിയോ ഉറക്കം നിന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് അപ്പൊ തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ആ ഫുഡും കഴിച്ചിറങ്ങി 2 മണിക്ക് ഫുഡൊക്കെ എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് നമ്മൾ 3 മണിയപ്പോ ഇവിടുന്ന് പുറത്ത് പോയി നമ്മളെ ടൗണിൽ നമ്മളെ മെഡിക്കൽ കോളേജ് ജംഗ്ഷന്റെ അവിടെ നിന്നിട്ട് നമ്മൾ 4 മണി തൊട്ട് അവിടെ നിന്ന് വീഡിയോ കയറ്റാൻ തുടങ്ങിയിട്ട് 5 മണി കഴിഞ്ഞിട്ട് ആ വീഡിയോ കയറിയത്. നമ്മൾ എന്നിട്ട് ആ വീഡിയോ നമുക്ക് അറിഞ്ഞൂടാ, നമ്മൾ അപ്പൊ തന്നെ പോയി വീഡിയോ കയറ്റി വന്നിട്ട് മാറി കിടന്നിറങ്ങിയിട്ട് ആ വീഡിയോക്ക് എനിക്ക് വന്ന് 10-600-700 വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അതും നല്ല അടിപൊളി വീഡിയോ നമ്മൾ ചെയ്തിട്ട് ഇത്രയും വ്യൂസ് ഒക്കെ കിട്ടുന്നത്. വേറൊരു കാര്യം പറയാം, ഈ നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ തുടങ്ങി. വാർത്തകളിലൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ 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 മാത്രമേ ഉള്ളായിരുന്നു. എവിടെ നോക്കിയാലും റൊണാൾഡോ. എല്ലാവരുടെ ആരുടെയെങ്കിലും സംസാരിച്ചാൽ പറയുന്നത് റൊണാൾഡോ ചാനലിലുണ്ട, റൊണാൾഡോയുടെ ചാനലിലുണ്ട. നമ്മളെ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഒരു കാര്യം ചെയ്യട്ടെ, ഈ വാർത്തക്കാർത്തൊക്കെ പറഞ്ഞത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ ഫാൻസുകാരുടെ ഇടിയെന്ന് 50 മില്യൺ സബ്സ്ക്രൈബർ. എനിക്ക് തോന്നുന്നു 1 മാസം പോലും ആയിട്ടില്ല ക്രിസ്ത്യാനോ റൊണാൾഡോ ചാനൽ തുടങ്ങിയിട്ട്. നമ്മൾ തുടങ്ങിയിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12,500 സബ്സ്ക്രൈബർ ഉള്ളു. ഈ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയൊക്കെ പുറകെ നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് എന്തു ഗുണം? പുള്ളിക്കാരൻ ഫുട്ബോൾ കളിക്കുന്നു, പുള്ളിക്കാരൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, നമുക്ക് ഗുണമൊന്നുമില്ല. പുള്ളിക്കാരന്റെ അവിടെയുള്ളവർക്ക് ഇവർക്കൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മളെ മലയാളികൾക്ക് ആർക്കാ പുള്ളിക്കാരൻ ഗുണം ചെയ്തിട്ടുള്ളത്? അല്ലാണ്ട് പുള്ളിക്കാരൻ ഈ ക്രിസ്ത്യാനോ റൊണാൾഡോ ഏത് മലയാളിക്കാണ് കമന്റിന് റിപ്ലൈ ചെയ്തിട്ടുള്ളത്? എല്ലാരും പോയി കമന്റ് അടിക്കുന്നുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ ചാനൽ തുടങ്ങിയതിന്റെ പിറ്റേ ദിവസം 5 മില്യൺ 10 മില്യൺ വ്യൂസ് ഒക്കെയാ. തുടങ്ങിയതിന്റെ പിറ്റേ ദിവസം റെക്കോർഡ് ഒറ്റ ദിവസം കൊണ്ട് 3 പ്ലേ ബട്ടൺ, സിൽവർ, ഗോൾഡ്, ഡയമണ്ടാ. ഇത്രയും പ്ലേ ബട്ടൺ കിട്ടി ഈ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക്. ആരും ക്രിസ്ത്യാനോ റൊണാൾഡോനെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് പുള്ളിക്കാരൻ കളിക്കും, അതിനുള്ള കാശ് കിട്ടും, അത്രയും കുറെ കഥകളുണ്ട്. അത് പുള്ളിക്കാരനായിട്ട് ബന്ധപ്പെട്ട, അല്ലാണ്ട് നമുക്ക് അതുകൊണ്ട് ഗുണമൊന്നുമില്ല. നമ്മൾ കേരളത്തിലുള്ള മലയാളികൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്കൊരു ആവശ്യം വരാൻ നേരത്ത് നമ്മളൊക്കെ കാണത്തുള്ളൂ. നമുക്ക് ഇപ്പൊ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൽ ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു സങ്കടമോ വിഷമോ കാണാൻ നേരത്ത് നമ്മൾ അകമഴിഞ്ഞ് സഹായിക്കും. നമുക്ക് വയനാട് ദുരിതം വന്നപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ എവിടെയും ചെയ്തിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതേപോലെ തന്നെ എല്ലാവരും ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെയുള്ള കൊറിയർ സർവീസിൽ നിന്ന് എല്ലാവരും ഡ്രസ്സും കാര്യങ്ങളും ഫുഡും അതും ഇതൊക്കെ ഓർഡർ ചെയ്യും. ഈ ഹോട്ടലിൽ പോയിട്ട് ആരും ഫുഡ് കഴിക്കാറില്ല. അതേപോലെ തന്നെ തുണിക്കടയിൽ പോയിട്ട് എല്ലാവരും വളരെ കുറവാണ്. പക്ഷേ ഈ പ്രളയം, ഈ വയനാടത്തെ ദുരിതം വന്നപ്പോൾ ഒരു ഫ്ലിപ്കാർട്ട്, ആമസോൺ ഇവരെയൊന്നും കണ്ടിട്ടില്ല. ഈ തുണിക്കട നടത്തുന്ന അങ്ങനെയുള്ള ഇക്കാമാരും കാക്കാമാരൊക്കെ ഉണ്ടായിട്ടുള്ളു, ഒരേ ചേട്ടന്മാരും അവരിവരൊക്കെ ഉണ്ടായിട്ടുള്ളു. അല്ലാണ്ട് ഏത് സൈറ്റുകാരാണ് ഈ വയനാട് ദുരിതത്തിലൊക്കെ കാശിറക്കി തന്നത്? അതേപോലെ തന്നെയാണ് ഞാനീ പറയുന്നത്. നമ്മൾ ഈ പുറത്തുള്ള ഒത്തിരി ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും. നമ്മളെ നാട്ടുകാരുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലുള്ളവൻ വിജയിക്കരുത്. അവൻ വിജയിച്ചു വന്നു കഴിഞ്ഞാൽ ചിലപ്പം അവനെ ഞാൻ മുമ്പ് ഏത് രീതി കണ്ടതാ, ഇന്ന് ഞാൻ അവനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ അവൻ നല്ല നിലയിൽ എത്തുക എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. നമ്മുടെ നാട്ടുകാരുടെ മെയിൻ വിഷയം കൂടെ ഉള്ളവൻ വിജയിക്കാൻ പാടില്ല. അതിപ്പോ ആർക്ക് എന്ത് തോന്നിയാലും എനിക്കൊരു കുഴപ്പമില്ല. ആര് നെഗറ്റീവ് കമന്റ് ഇട്ടാലും എനിക്കൊരു ചുക്കുമില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചിലവര് പറയും അവന്റെ അഹങ്കാരം നോക്കിയോ, അവൻ പറയുന്ന നോക്കിയേ. ഞാൻ പറയുന്നത് എന്റെ കാര്യമാണ്, എനിക്ക് പറയാൻ വേണ്ടി ഞാൻ മാത്രമല്ല, അല്ലാണ്ട് എനിക്ക് വേണ്ടി സംസാരിക്കാൻ വേറെ ആൾക്കാർ വരുമോ? ആരും വരത്തില്ല. ഇപ്പൊ എന്റെ ചാനലായ നമ്മുടെ ചാനലായതുകൊണ്ട് നമ്മൾ രണ്ടും കൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പലരും പറയും, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവിലൊക്കെ വരാൻ നിർത്തി ഓരോരുത്തർ പറയും പണിയെടുത്ത് ജീവിക്കടാ, പണിയെടുക്കുന്നതിനേക്കാൾ കഷ്ടപ്പാടാണ് നമ്മൾ യൂട്യൂബിനകത്ത് ക്ലിക്ക് ആയാൽ. നമ്മളിപ്പോ പലരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് സഞ്ജു ടെക്കിയുടെ ഒക്കെ വീഡിയോക്കകത്ത് പലരും കമന്റ് അടിക്കുന്നുണ്ട് പണിയെടുത്ത് ജീവിക്കടാ, അവൻ കുറെ കാശിന്റെ കുത്തിക്കഴിപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് പലരും അവൻ കാരണത്ത് സ്വിമ്മിംഗ് പൂൾ കിട്ടുന്നു. സഞ്ജു അവൻ കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നത്, അല്ലാണ്ട് നമ്മൾ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ വീഡിയോ ഇടിയാൻ നേരത്ത് അവനെ എല്ലാരും ഇപ്പൊ ഇച്ചിരി വ്യൂ കൂടാൻ വേണ്ടി അവൻ പല കാര്യങ്ങളും ചെയ്തു. അത് അവന്റെ ബുദ്ധിയാണ്, അല്ലാണ്ട് അവന്റെ കാശിന്റെ കുത്തിക്കഴിപ്പില്ല. നമ്മളിപ്പോ ഒരു വണ്ടി എടുത്തിട്ട് നമ്മൾ ചുമ്മാ വെള്ളമൊക്കെ കയറ്റി കളിക്കും ഇല്ല. അവനിക്ക് അതേതൊക്കെ വണ്ടിക്ക് ക്രൈസ് ഉള്ളവനാണ്, അവനത് കാണിക്കുന്നുണ്ട്. അവൻ വണ്ടിയില്ലാത്ത സമയത്ത് വണ്ടിക്ക് വേണ്ടി ഓടുന്ന പല വീഡിയോകളും ചെയ്യുന്നുണ്ട്. ഞാൻ മുമ്പ് തൊട്ടേ കാണുന്നത്, അല്ലാണ്ട് സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുന്നല്ല പറയുന്നത്. ഈ കമന്റ് അടിക്കുന്നവരോടാ നമ്മൾ ലൈവിൽ വരാൻ പലരും കമന്റ് അടിക്കും, നിങ്ങൾക്കൊക്കെ പണിയെടുത്ത്
നമ്മൾ ഈ ലൈവ് വരുന്നത് നമുക്ക് സബ്സ്ക്രൈബറിനെ കിട്ടണം, നമുക്ക് നമ്മളെ യൂട്യൂബ് ഫാമിലിയിലുള്ളവരോട് കുറച്ച് സംസാരിക്കണം. നമ്മൾ 2-3 ദിവസം ലൈവ് കയറിയപ്പോ പിന്നെ ലൈവിൽ കയറാണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് പേര് നമ്മളെ കട പൊളിഞ്ഞു വീണപ്പോ നമ്മളെ സഹായിക്കാൻ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമുക്ക് ഫുഡ് നമ്മൾ ഈ കടയൊക്കെ അടച്ച് ലേറ്റ് ആയിട്ട് വരാൻ നേരത്ത് നമ്മൾ ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഒത്തിരി പേര് നമുക്ക് അയച്ചു തരാന്ന് പറഞ്ഞിട്ട് 2 പേര് നമുക്ക് കാശ് അയച്ചു തന്നായിരുന്നു. അത് വേറെ കാര്യം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ 2 ദിവസം ലൈവ് വന്നപ്പം നമ്മള് ഭയങ്കര നമ്മുടെ വീട്ടിലുള്ളവരെ അതിനെയും നമ്മൾ സ്നേഹിക്കുന്ന ഒത്തിരി പേര് നമ്മൾ ഇതിനകത്ത് വരാൻ നേരത്ത് നമുക്ക് അവരോട് സംസാരിക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ലൈവിൽ വരുന്നത്. നമ്മൾ സബ്സ്ക്രൈബർ തേടിയാണ് സത്യം പറഞ്ഞാൽ വന്നത്. നമ്മൾ അതിന്റെ ഇടയ്ക്ക് സബ്സ്ക്രൈബർ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല, നമ്മളെ അറിയാവുന്ന ഒത്തിരി നമ്മൾ അടുത്ത് നിന്ന് സംസാരിക്കുന്ന ചിരിച്ചിട്ട് പുറകെ കൂടെ തോന്നുന്ന ഒത്തിരി പേരുണ്ട്. നമ്മളെ കണ്ടിട്ട് പോലും ഇല്ലാത്ത, നമ്മളോട് നേരിട്ട് സംസാരിക്കുക പോലും ചെയ്യാത്ത എന്തോരം പേരുകൾ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോ എന്തോരം പേര് വിളിച്ചു ചോദിച്ചെന്നാണ്. ഒത്തിരി പേര് കമന്റ് അടിക്കുന്നുണ്ട്. നമ്മൾ ആ ലൈവിൽ വന്നിട്ട് ഒത്തിരി പേര് നമ്പർ വെച്ചിട്ട് വിളിച്ചു വെക്കുന്നുണ്ട്. അറിയാവുന്ന ഒരു മൈരന്മാരും പോലും നമ്മുടെയൊക്കെ വിളിച്ചിട്ട് ഒരു വിശേഷം പോലും ചോദിച്ചിട്ടില്ല. പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മളെ കാണാൻ പോലും വന്നിട്ടില്ല. അതറിയാവാ ആർക്കൊക്കെ കൊള്ളാൻ വേണ്ടി തന്നെ പറയുന്നത്, വേറെ ഒന്നിനും വേണ്ടിയിട്ടില്ല. ആർക്കൊക്കെ കൊണ്ടിട്ടുണ്ടോ, കൊണ്ടവർക്ക് അറിയാലോ, കൊള്ളാൻ വേണ്ടി തന്നെയാ പറയുന്നത്, വേറെ ഒന്നിനും വേണ്ടിയല്ല, കൊള്ളണം. അല്ലാണ്ട് ഇന്ന് നമ്മളതിലൊന്നും ഇല്ലാത്ത സമയത്ത് നിന്നിട്ട് നമ്മളെ മാവും പൂക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ ഇന്നില്ലാത്ത സമയത്ത് നമ്മളെ കണ്ടിട്ട് മുഖം തിരിഞ്ഞു നടക്കുന്നവരുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ അവരുടെ അടുത്ത് വല്ലതും ചോദിക്കുമോ എന്നുള്ള പേടിയുള്ളത് കൊണ്ടാണ്. നമുക്ക് ആരുടേക്ക് ഒരു സാമാനവും വേണ്ട, നമ്മൾ ആരുടെയും തെണ്ടുന്നുമില്ല. പിന്നെ നമ്മളതിൽ ഇന്നില്ലാത്ത സമയത്ത് നമ്മളെ കൂടെ നിൽക്കുന്നവരാരൊക്കെയാണെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. നാളെ ഉണ്ടാകുന്ന സമയത്ത് ചിരിച്ചു കളിച്ചു വന്നിട്ട് ഒരു കാര്യമില്ല. ആ സമയത്ത് നമ്മൾ എപ്പോഴാണ് നമ്മൾ ഇല്ലാത്ത സമയത്ത് നമ്മളെ ഫോണിൽ ആരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, നമ്മളെ ഫോണിൽ ആരൊക്കെ വിളിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം, അറിയാലോ. പക്ഷെ നമുക്ക് കാശ് ഉണ്ടായി കഴിയാൻ നേരത്തെ നമുക്ക് തുരിതരാ മെസ്സേജും വരും, തുരിതരാ കോളും വരും. അന്ന് ഈ കോളും ആരും ഒരുത്തന്റെ ഞാൻ അറ്റൻഡ് ചെയ്യത്തില്ല, ഒരുത്തന്റെ മെസ്സേജിന് റിപ്ലൈ ചെയ്യത്തില്ല. ഇന്നാരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ടോ, ഇന്നാരൊക്കെ വിളിക്കുന്നുണ്ടോ, അവനെയൊക്കെ നാളെ അങ്ങോട്ട് വിളിക്കുന്ന അല്ല, വേറെ നമുക്ക് അതിന്റെ താല്പര്യമില്ല. നമ്മളെ ഈ ദുരിതത്തിൽ വിളിക്കുന്നവനാ നാളെ ഉണ്ടായിക്കുമ്പം അവൻ വിളിച്ചില്ലെങ്കിൽ ഞാൻ അവനെ അങ്ങോട്ട് വിളിക്കും. കാരണം ഞാൻ പെട്ടു നിന്ന സമയത്തും എനിക്കില്ലാണ്ടിരുന്ന സമയത്ത് അവരൊക്കെ ഉണ്ടായിരുന്നിട്ടുള്ളൂ. അവരെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. പക്ഷേ ഞാൻ ഈ പെട്ടു നിന്ന സമയത്ത് എന്നെ വിളിക്കാണ്ടിരുന്നവരെ ഞാൻ നല്ലതുപോലെ മനസ്സിൽ കുറിച്ചിട്ടിട്ടുണ്ട്. എന്താ സംഭവം പറയാ, നമ്മളെ ഇങ്ങനെ നമ്മളെ ചതിച്ചവന് വീണ്ടും നമ്മള് സത്യം പറഞ്ഞ ഒരു അവസരം കൊടുക്കരുത്. ഇനി അവന്റെ മുന്നിൽ രണ്ടാമതൊരു അവസരം കൊടുക്കരുത് നമ്മൾ ചതിക്കപ്പെടാൻ. അതേപോലെ തന്നെ നമ്മളെ പെട്ടെന്നിക്ക് നമുക്ക് സഹായിക്കാത്തവരെ നമുക്ക് പിന്നൊരു അവസരം കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അവര് നമ്മളെ സഹായിക്കാൻ വരുന്നത് ഉള്ള സമയത്തായിരിക്കും, അതിന്റെ ആവശ്യമില്ല. നമ്മൾ ഇന്ന് നിൽക്കുന്ന ഏത് ലെവലാണോ അന്ന് നമ്മൾ നല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലർക്കും ഓങ്ങി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് താഴ്ന്നാ നിൽക്കുന്നെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ഒരു സുപ്രഭാതത്തിന്റെ കാര്യമില്ല. ചിലപ്പോ നാളെ രാവിലെ എണീക്കാൻ നേരത്ത് ഞാൻ ചിലപ്പോ ലക്ഷപ്രഭുവോ കോടീശ്വരനെ ആയിരുന്നിരിക്കാം. അതൊക്കെ നമ്മുടെ സമയമാണ്. ഈ സമയവും കടന്നു പോകുമെന്ന് പറഞ്ഞിട്ടില്ലേ, അതാണ് അവരും ചിന്തിക്കണം. ചിലപ്പോ ഉള്ളവര് നാളെ ഇല്ലായ്മയിലോട്ട് വന്നേക്കാം. അവര് ഇപ്പൊ ചിന്തിക്കുന്ന കാര്യമുണ്ട്, പിന്നെ ഇത് നമ്മളെ കുറിച്ചാണോ പറയുന്നത്? അതെ, നിങ്ങളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതെ, ആർക്കൊക്കെ കൊള്ളുന്നുണ്ടോ അവരെ കുറിച്ച് കൊള്ളാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. ഏതായാലും നമ്മുടെ നല്ല രീതിയിൽ നിൽക്കുന്നവർക്ക് അറിയാലോ നമ്മുടെ നല്ല രീതിയിലാണ് നിൽക്കുന്നത്. നമ്മളെടുക്ക മുഖം തിരിച്ച് നിൽക്കുന്നവർക്ക് അറിയാലോ മുഖം തിരിച്ചാ നിൽക്കുന്നതെന്ന്. അവരുടെ കൊള്ളിച്ചോണ്ടും അവര് മനസ്സിലാൻ വേണ്ടി തന്നെയാണ് ഇപ്പം ഈ കഥകൾ പറഞ്ഞത്. ഇനി പറയാൻ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെ കഴിഞ്ഞു. പറയാനുണ്ട്, നമ്മുടെ സ്നേഹിക്കുന്നവരെ കുറിച്ച് നമ്മളൊന്ന് പറയട്ടെ. ജസ്റ്റ് ഒരു മിനിറ്റ്. അല്ല, ഇതിപ്പം ജസ്റ്റ് മിനിറ്റ് പറഞ്ഞത് നമ്മളെ ഫോൺ സ്റ്റാൻഡ് വെച്ചിട്ടാണ്. ഇടയ്ക്ക് വല്ല മെമ്മറി ഫുൾ ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ കിടന്ന് സംസാരിക്കുന്നതിന് ഒരു അർത്ഥമില്ല. നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങള് ഇനി ഇപ്പൊ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനി എന്തൊക്കെ വിട്ടുപോയിട്ടുണ്ടോ നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ അപ്പൊ ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി പേര്, നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് പേരുണ്ട്. ഒരുപാട് ആങ്ങളമാരെ പോലെ സ്നേഹിക്കുന്ന, അല്ലെ അനിയന്മാരെ പോലെ സ്നേഹിക്കുന്ന, അച്ഛന്മാരെ സ്നേഹിക്കുന്ന ഒത്തിരി പേര്. നമ്മൾ ലൈവിലിരിക്കാൻ നേരത്ത് നമ്മള് ചിലപ്പോ ഡാബ്രോ എന്നൊക്കെ വിളിക്കാൻ നേരത്ത് പറയും അച്ഛാന്ന് വിളിച്ചാൽ മതി. അപ്പൊ നമ്മൾ പറയാം അച്ഛ. നമ്മളെ ചിലപ്പോ സംസാരിച്ച് ചാറ്റ് ചെയ്യുന്ന നേരത്ത് ആ പറയടി എന്താണ് സീസൺ എന്നൊക്കെ പറയുമ്പോ ഞാൻ നിന്റെ അമ്മയുടെ പ്രായമുണ്ട് നിങ്ങളുടെ, അപ്പൊ നമ്മൾ അമ്മയെന്ന് വിളിച്ച് സംസാരിക്കും, ചേച്ചി എന്ന് വിളിച്ച് സംസാരിക്കും, ചേട്ടാന്ന് വിളിച്ച് ചിലർ ചേട്ടാന്ന് വിളിക്കുമ്പോൾ പറഞ്ഞ ഞാൻ ബ്രോ ആണ്, അപ്പൊ അനിയാന്ന് വിളിക്കും. നമ്മള് ഇവിടെ നിന്ന് സ്നേഹിക്കുന്നില്ലെങ്കിൽ അവിടെ നിന്ന്
നമ്മളെ ഇടത്തെ സൈഡിൽ നിന്ന് സ്നേഹിച്ചില്ലെങ്കിൽ വലത്തെ സൈഡിൽ നിന്ന് സ്നേഹിക്കാൻ ഒത്തിരി പേരുണ്ട്. നമ്മൾ ഒരിക്കലും എവിടെയും പെടാനും പോകില്ല. അവര് പറയുന്ന ഓരോ വാക്കുകൾ സത്യം പറഞ്ഞാൽ നമ്മളെ അറിയാവുന്നവര് പോലും നമ്മളെ വിളിച്ചിട്ട് തിരക്കാത്ത കാര്യങ്ങൾ, നമ്മൾ ഒന്ന് കാണാത്തവര് പോലും, നമ്മളോടൊന്നും മിണ്ടാത്തവര് പോലും വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് പ്രഗ്നന്റ് ആയിട്ട് എന്താണ് വിഷയം, ഹോസ്പിറ്റലിൽ പോയോ, ഫുഡ് കഴിച്ചോ, കറക്റ്റായിട്ട് കഴിക്കണം. നമുക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് ചോദിച്ചില്ല, ഇങ്ങോട്ട് നമുക്ക് ആശ്രയിച്ചു വന്നവരുണ്ട്. നിങ്ങൾ നമുക്ക് അങ്ങോട്ട് വരാൻ സമയമില്ല, നമ്മളൊരു ദിവസം വരാം, നമ്മളെ കട പൊളിഞ്ഞിട്ട് നമുക്ക് കടമുറിയെടുത്ത് തരാന്ന് പറഞ്ഞവരുണ്ട്. നമ്മളെ കട പൊളിഞ്ഞു കിടക്കുന്ന വിഷമം കണ്ടിട്ട് നമുക്ക് കടയിട്ട് തരാന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ട് വേണ്ടെന്ന് പറഞ്ഞത് നമുക്ക് അഭിമാനത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത് വേണ്ടെന്ന് പറഞ്ഞത്. എന്ത് പറയണോന്ന് എനിക്കറിയില്ല. വേറൊരു കാര്യം ഇവര് വന്നിട്ട് നമ്മുടെ അടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഉറങ്ങണം, നമ്മൾ വഴക്ക് പറഞ്ഞു വിടുന്നത്. നമ്മൾ ഈ സാഹചര്യം കാരണം നമ്മൾ ഈ കടയിലൊക്കെ പോയിരുന്നിട്ട് 2 മണി 3 മണിയൊക്കെ ആകുമ്പോ കടയടച്ചിട്ട് വരാൻ നമ്മൾ വഴക്കുറയുക, നമ്മളെ അനിയന്മാര് വഴക്കുറയുന്നത്, നമ്മളെ ചേട്ടന്മാര് വഴക്കുറയുന്നത്, ഒത്തിരി പേര് നമുക്ക് അറിയാവുന്നവര് നമ്മളെ വിളിച്ചു പോലും തിരക്കത്തില്ല. നിങ്ങൾ എവിടെയാണ്, ഫുഡ് കഴിച്ചോ എന്നോലും വിളിക്കാത്ത എന്തോരം പേര് അറിയാവുന്നവര്. ഇവരൊന്നും നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല, നമ്മൾ ആരാ എന്താണെന്ന് അറിയില്ല. അവര് പറയുന്നേ പോയി കിടന്ന് ഉറങ്ങിക്കും, വീട്ടിലോട്ട് പോകും. നിങ്ങൾ ഇനി കടയടച്ചോ, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും നഷ്ടം ഉണ്ടെങ്കിൽ നമ്മൾ തരാന്ന് പറയുന്നവരുണ്ട്. നിങ്ങൾക്ക് ഇനി ഇരുന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസം കടയടച്ചിരിക്കണം, നിങ്ങൾക്ക് എന്തുവാ നഷ്ടം, അത് നമ്മൾ നികത്തിക്കോളാം എന്നൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ത് കൊടുക്കണം, നമുക്കൊന്നും അറിയത്ത് പോലും ഇല്ല സത്യം പറഞ്ഞാൽ. അതും നമ്മളെ സത്യം പറഞ്ഞാൽ നമ്മൾ ആ ലൈവിനകത്ത് വന്നിട്ട് നമ്മളെ നെഗറ്റീവ് കമന്റ് അടിക്കുന്നവരാ പൂരത്തെറി പറയുന്ന ആംഗ്ലമാരുണ്ട്. ആ നെഗറ്റീവ് അടിച്ചവര് പിറ്റേ ദിവസം അപ്പൊ തന്നെ നമ്മുടെ മാപ്പ് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ലൈവ് വന്നിട്ട് അവർ പറയുന്നത് ഇന്നലെ നെഗറ്റീവ് അടിച്ച എന്നോടൊന്നും വിചാരിക്കരുത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നെഗറ്റീവ് വീഡിയോ ചെയ്യുന്നവരുണ്ട്. അത് കണ്ടിട്ടാണ് നമ്മളെ നെഗറ്റീവ് വീഡിയോ ആണെന്ന് പറയുന്നത്. ആ നെഗറ്റീവ് പറയുന്നവര് നമ്മൾ ലൈവിൽ നിന്ന് പോകാൻ നേരത്ത് പറയുന്നത് നിങ്ങൾ പോരുത്, നിങ്ങളെ ഈ നമുക്ക് എന്തോന്ന് അറിഞ്ഞൂടാ, നമ്മൾ ആദ്യം ഒന്ന് നെഗറ്റീവ് അടിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളെ ലൈവിൽ ഇരിക്കാൻ നേരത്തെ എന്തോ ഒരു പോസിറ്റീവ് നമ്മളെ വിഷമങ്ങൾ മറന്നുകൊണ്ട് പലരും നമ്മളെ ലൈവിൽ നിന്നൊരു വിഷമങ്ങൾ പറയുന്നുണ്ടല്ലോ. എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് ഇപ്പൊ ഒരു ബർത്ത്ഡേ ആയിക്കോട്ടെ, ഒരാൾ ബർത്ത്ഡേ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറയും അവർക്ക് ബർത്ത്ഡേ പറയാൻ നേരത്ത് പിന്നെ വരുന്ന മെസ്സേജുകൾ എല്ലാവരുടെ ബർത്ത്ഡേ ആയിരിക്കും, ബർത്ത്ഡേ വിഷസ് ആയിരിക്കും. ഒത്തിരി ഹാപ്പിനെസ് ആണ്. വിഷമം ഉണ്ടെങ്കിൽ അയാളുടെ വിഷമം എന്താണെന്ന് ചോദിക്കാൻ എല്ലാവരും കൂടെ നിന്ന് പരിഹരിക്കും. നമ്മൾ അപ്പൊ ആ ഒരു മെസ്സേജിനകത്ത് വരുന്ന ഒരാളുടെ കാര്യം പരിഹരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കാര്യം എത്രത്തോളം അവർ കാര്യമാക്കിയിട്ടാണോ നോക്കിക്കോ. അതെ, അതുപോലെ നമ്മളൊരു ഫാമിലി ആയിട്ടിരിക്കും. ഇപ്പൊ എല്ലാവരും യൂട്യൂബിലുള്ള ഇപ്പം ഞങ്ങൾ ലൈവില് വരുന്നവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഒരു ഫാമിലി ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഇപ്പൊ പോകുന്നത്. അപ്പൊ നമ്മളെ ഈ വീഡിയോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പൊ നമ്മളെ ഈ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാവരും നമുക്ക് വേറെ ഒന്നും ഒരു സഹായവും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ഈ വീഡിയോ നമ്മൾ ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരും അല്ലാണ്ട് നമ്മളെ വീഡിയോ നിങ്ങളെ മുന്നിലോട്ട് എത്തുന്നവരും എല്ലാവരും നമ്മളെ ഈ വീഡിയോ കാണണമെന്ന് കണ്ട് മാത്രം സപ്പോർട്ട് ചെയ്യണമെന്ന് നമ്മൾ പറയത്തുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും നമ്മൾ പറയുന്നില്ല. നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിൽ എത്തിയിട്ട് കാണാൻ ആഗ്രഹമുള്ളവർ കാണട്ടെ. ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലായിരിക്കും. നിങ്ങളൊരു ലൈക്ക് കമന്റ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൻ എടുത്തിട്ട് നേരത്ത് എന്താ നോക്കട്ടെ എന്ന് പറഞ്ഞ് ചിലപ്പോൾ അയാൾക്ക് നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇരുന്ന് കാണും. എല്ലാവർക്കും ഉണ്ട് പല പ്രശ്നങ്ങൾ, പല രീതിയിലും കാശ് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ സമാധാനക്കേട് കൊണ്ടായിരിക്കാം, ഒത്തിരി ചിലപ്പോൾ വീട്ടുകാരെ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ കൂട്ടുകാരെ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഭാര്യമാരെ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ പെങ്ങന്മാരെ കൊണ്ടായിരിക്കാം, കാമുകിമാരെ കൊണ്ടായിരിക്കാം. പല പ്രശ്നങ്ങളും നേരിടുന്നവരുണ്ട്. നമുക്കറിയാം എല്ലാവർക്കും എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടെന്ന്. ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അന്യനാട്ടിലെ കാണുന്നവരുടെ ചാനലോ അല്ലാണ്ട് ഈ കേരളത്തിലെ ഇന്ത്യയിലൊക്കെ പുറത്തുള്ളവരുടെ ചാനൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യമില്ല. കാരണം നാളെ ഒരു വിഷമം ഉണ്ടാകാൻ നിർത്തി ഇവനൊന്നും വരത്തില്ല നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ. നമ്മളെ ഈ ലൈവിൽ എന്തോരം പേരുണ്ട് നമ്മൾ ലൈവ് വരാൻ നിർത്തി. നിങ്ങൾ നോക്കിക്കേ, നമ്മളെ ഈ വീഡിയോ കാണുന്നവര് നമ്മൾ ലൈവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ നെക്കി കഴിഞ്ഞാൽ നമ്മൾ ലൈവ് വരാൻ നേരത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പൊ നിങ്ങൾ കണ്ടാൽ മതി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എന്തോരം നമ്മളെ ബന്ധുക്കളായിക്കോട്ടെ, മിത്രങ്ങളായിക്കോട്ടെ, ശത്രുക്കളായിക്കോട്ടെ, എല്ലാവരും നമ്മുടെ ലൈവ് വരാൻ നേരത്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മളോട് അസൂയയും കുശുമ്പും ഉള്ളവരും കാണുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും നമ്മളെ അറിയാത്തവർ എന്തോരം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളൊന്നും മനസ്സിലാക്കുക. അതിനുവേണ്ടിയാണ് പറയുന്നത്. എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ വയ്യെങ്കിൽ ഇതിൽ വന്ന് കാണുക. നമ്മളെ സ്നേഹിക്കുന്ന എന്തോരം പേരുണ്ടെന്ന്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളെ ഈ വീഡിയോ. വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, നമുക്ക് സത്യം പറഞ്ഞ അതേപോലെയുള്ളവരെ മതി, അല്ലാത്തവരെ വേണ്ട. നമ്മളോട് അസൂയയും കുശുമ്പോ ഉള്ളവരെ നമുക്ക് വേണ്ട. കാരണം നമുക്ക് ആരോടും ഒരു ദേഷ്യമോ വൈരാഗ്യമോ കുശുമ്പോ ഒന്നുമില്ല. എല്ലാവരുടെയും വീഡിയോ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വരുന്ന ഇന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളറിയാത്തവരുടെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് ലൈക്കും ഷെയറും കമന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്.
കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ എടുക്കുന്നതിന്റെ പാട് നമുക്കറിയാം. ചുമ്മാ ഒരു പാട്ടും ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട് ചുമ്മാ വന്നിരിക്കുന്നവനിക്ക് മില്യൺ വ്യൂസ്. നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രയും തൊണ്ടയിലെ വെള്ളവും പറ്റിച്ചിരുന്ന് പറയുന്ന നമുക്ക് മില്യൺ അല്ല, അവന്റെ 3 മില്യൺ നമുക്ക് കിട്ടുന്ന 3 വ്യൂസ്. നമുക്ക് കാശുണ്ടോ? നമ്മൾ വേറൊരു സഹായം ചോദിക്കുന്നില്ല. നമ്മളെ ഈ വീഡിയോ നിങ്ങളൊന്ന് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പറ്റുമെങ്കിൽ നിങ്ങളെ വാട്സപ്പിൽ ഒന്ന് ഇത് സ്റ്റാറ്റസ് ആയിട്ട് ഇടുക. ഇന്ന് നമ്മളെ മാവ് പൂത്തില്ലെങ്കിൽ നാളെ നമ്മളെ മാവ് പൂക്കും. നമ്മളെ ഇന്ന് സപ്പോർട്ട് ചെയ്തവരെ നമ്മൾ നാളെ സപ്പോർട്ട് ചെയ്യും, വന്ന് കാണും. നമുക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളെ ആരെങ്കിലും ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുവാണെങ്കിൽ, അങ്ങനെ ബുദ്ധിമുട്ടിൽ ആരും വരാണ്ടിരിക്കട്ടെ. പക്ഷെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ നമ്മൾ രണ്ടുപേരും പറന്നെത്തും. ഇനി 3ാമതൊരാളും കൂടെ നമ്മളെ കൂടെ വരുന്നുണ്ട്. ആ ഒരാളും നിങ്ങളെ കൂടെ വന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിരിക്കും. നമുക്കറിയാം, നമ്മളെ ഇപ്പോഴത്തെ നമുക്കറിയാം പ്രഗ്നന്റ് ആണ്, നമുക്ക് ഇനി ഒത്തിരി കാര്യങ്ങളുണ്ട്. നിങ്ങൾ നമ്മളെ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ മറ്റുള്ളവരിലോട്ട് എത്തിക്കുക. ഇപ്പൊ നമ്മൾ എല്ലാവരോടും പറയുക, ആ ചാനൽ സപ്പോർട്ട് ചെയ്യുക, അവരുടെ നല്ല ചാനലാണ്. നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അവര് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഇല്ലാണ്ട് ചിരിച്ചോണ്ട് നിന്നിട്ട് നിങ്ങളെ വീഡിയോ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് കമന്റ് ഇടും. എന്നിട്ട് നമ്മള് ഒത്തിരി വീഡിയോസ് ഒക്കെ റോഡിൽ പോകുന്നത് വീഡിയോ ഒന്നും ഇടാറില്ല. ഇപ്പം ഡെയിലി വീഡിയോ ഇടുന്നത് നമ്മളോടാണ് നമ്മളെ നാട്ടിലുള്ളവരായിരിക്കുന്നത്. ഇപ്പൊ വീഡിയോ ഒന്നും ഇടാറില്ലേ? ഡെയിലി വീഡിയോയും ലൈവും ഷോർട്ടൊക്കെ ഇടുന്ന നമ്മളോട് ചോദിക്കുന്നത്. നിങ്ങളെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, ഇപ്പൊ കുറെ നാളായല്ലോ ഇട്ടിട്ട്. അപ്പം നമുക്ക് മനസ്സിലാക്കാം അവര് നമ്മളെ വീഡിയോ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാം. നമുക്ക് ഇപ്പം നമ്മളെടുക്ക് അങ്ങനെ ആരെന്ത് പറഞ്ഞാലും നമുക്ക് അവരോട് ദേഷ്യമൊന്നുമില്ല. എപ്പോഴാണെങ്കിലും നമ്മളെ വീഡിയോ ഒന്ന് ഫ്രീ ആകുന്ന സമയത്ത് കണ്ടാ മതി. നമ്മളെ ഇഷ്ടമുള്ളവരോട് മാത്രം പറയുന്ന കാര്യങ്ങളാ. നമ്മളെ ഇഷ്ടമില്ലാത്തവര് ചിലപ്പം കാണുമായിരിക്കും, എന്നിട്ട് പറയും ഓ മാറ്റിയേക്കാം, ഇത് കണ്ടു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെടും, അവൻ വ്യൂ കിട്ടും. നിങ്ങൾക്ക് കുശുമ്പോ വൈരാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കാണണ്ട. പിന്നെ നമ്മളെ വീഡിയോന്റെ അടിയിൽ വന്നിട്ട് ബാഡ് കമന്റ് ഇടാനായിട്ട് നമ്മൾ മോശമായിട്ടൊന്നും പറയുന്നില്ല, തെറിയും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് നമ്മളെ വീഡിയോന്റെ താഴത്ത് വന്നിട്ട് ഈ ബാഡ് കമന്റ് ഇടുന്നത്? നമ്മൾ ആരുടെയൊക്കെ വീഡിയോയുടെ പുറകെ പോയിട്ട് നമ്മൾ ബാഡ് കമന്റ് ഇടുന്നില്ല. അതേപോലെ തന്നെ നമ്മളെ വീഡിയോയുടെ കമന്റിനും ലൈവിന്റെ എല്ലാ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ ചിലപ്പോ ഇപ്പൊ നമ്മുടെ ലൈവ് കാണുന്ന ഒത്തിരി പേര് വന്നിട്ട് ഈ വീഡിയോയും കാണും. എല്ലാവരോടും ചേർത്തിട്ടാ പറയുന്നത്. നമ്മളെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ കുറച്ചു നാളായി വീഡിയോ ഇട്ടിട്ട് നമുക്കും കുറെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാരെയും പോലെയൊക്കെ തന്നെ നമ്മൾ മനുഷ്യരാണ്. ചോരയും നീരൊക്കെ വരുന്ന ശരീരം തന്നെയാണ്. നമുക്കും പലത് കാണുമ്പോഴും പലത് കേൾക്കുമ്പോഴും പലത് ചിലപ്പോ കുറെയൊക്കെ കണ്ടില്ല എന്ന് നടിക്കുമെങ്കിലും പിന്നെ നമ്മുടെ ഉള്ളിലൊക്കെ കുറെ വിഷമങ്ങളുണ്ട്. എന്തെങ്കിലും കണ്ടില്ല എന്ന് നടിക്കുമെങ്കിലും നമ്മളെ മനസ്സിലതുണ്ട് കേട്ടോ. നമ്മളെ മനസ്സിലുണ്ട്, അത് മറക്കത്തില്ല ഒരിക്കലും. നമ്മള് എന്താണെങ്കിലും നമ്മുടെ ഉള്ളിലൊക്കെ കാണും. നമ്മളെ എങ്ങനെ ആൾക്കാർ കാണുന്നു അതേ കണക്ക് നമ്മൾ ഉള്ളപ്പോഴും അവര് അങ്ങനെ തന്നെ കാണത്തുള്ളൂ. നമ്മളെ അല്ലാണ്ട് ഇന്ന് നമ്മള് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് നമ്മൾ പെട്ടെന്ന് നമ്മളില്ലാത്ത സമയത്ത് ആരൊക്കെയാണോ നമ്മളെ വിളിക്കുന്നതും ആരൊക്കെയാണോ നമുക്ക് മെസ്സേജ് അയക്കുന്നതും അവര് നാളെ നമുക്ക് ഉണ്ടായി കഴിയാൻ നേരത്ത് ഇനി ചിലപ്പോ അവർക്കൊരു ഇത് കാണോ അവരുടെ അടുക്ക് എങ്ങനെ വിളിക്കും. നിങ്ങൾ വിളിക്കണ്ട, നമ്മൾ അങ്ങോട്ട് വന്ന് നിങ്ങളോട് എൻജോയും ചെയ്യും, നിങ്ങളെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിച്ചിട്ടേ നമ്മൾ പോകത്തുള്ളൂ. ഇന്ന് നമ്മളെ ഇല്ലാണ്ട് നിങ്ങളെ ഉള്ളവരുണ്ടല്ലോ നമ്മളെ മൈൻഡ് ചെയ്യാൻ നടക്കുന്ന അവര് നാളെ ഇല്ലെങ്കിലും നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. നമുക്ക് ഇല്ലാത്തപ്പോ നമ്മളെ കൂടെ ആരാണോ അവരെ നമ്മൾ മൈൻഡ് ചെയ്യും. അല്ലാണ്ട് നമുക്ക് കാശുണ്ടായി കഴിയുമ്പോ ചിരിച്ചിട്ട് എന്ന് പറയുന്നത് അത് കാശുണ്ടാകുമ്പോൾ മാത്രമുള്ള സ്നേഹമോ? അത് കാശിനോടുള്ള സ്നേഹം. ചിലപ്പോ നമുക്ക് നാളെ ആ കാശ് കണ്ടിട്ട് നമ്മളോട് ചങ്കി കരളെ പൊന്നേം മുത്തേ പൊന്നേ കരളെ പൂവേ എന്ന് പറഞ്ഞിട്ടൊന്നും വന്ന് കാര്യമില്ല. കാരണം നമ്മൾ അത് കണ്ടു കഴിഞ്ഞിട്ട് അവരെ സ്നേഹിക്കാൻ നേരത്ത് നമ്മളതിൽ അത് കഴിഞ്ഞിട്ട് ഇല്ലാത്തൊരു സമയത്ത് ഇവരെന്ത് ചെയ്യുമെന്ന് അറിയാവാ? ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് അവര് നമ്മളെ ഒഴിവാക്കിയിട്ട് അങ്ങ് പോകും. അതേ നമ്മൾ എല്ലാവരും മനസ്സിലാക്കി ഇന്ന് നമുക്കൊരു കാഴ്ചയുണ്ടോ നാളെ നമുക്കൊരു ഉയർച്ച ഉണ്ടാകും. അതുണ്ടാകും, ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാകും. കാരണം നമ്മള് ആരുടെ മുന്നില് ഒന്നിനും വേണ്ടി വന്നിട്ടില്ല. നമ്മള് സത്യം പറഞ്ഞാൽ സത്യസന്ധമായിട്ടാണ് ഒന്നിനും ചെന്നിട്ടില്ല. നാളെ ഈ നിമിഷം വരെ സത്യസന്ധമായിട്ട് എല്ലാവർക്കും നിന്നിട്ടുള്ളൂ. പക്ഷേ ഈ നമ്മൾ നിൽക്കുന്നവർ ഏത് രീതിയിലാണ് നമ്മളൊക്കെ കാണുന്നതെന്നും നമുക്കറിയത്തില്ല. പലരുടെയും പല മനസ്സാണ്, പലരും പല വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്, പലരുടെയും പല ക്യാരക്ടറാണ്. ചിലപ്പോ നമ്മൾ ചിരിച്ചിരിക്കുമ്പോ അവരും ചിരിക്കും, ചിലപ്പോ അവരുടെ ഉള്ളിൽ ചിലപ്പം വേറെ രീതിയിലായിരിക്കാം. മനസ്സിലായ? അതൊക്കെ കൊണ്ടാ പറയുന്നത്. നമുക്ക് വേറൊന്നും പറയാനില്ല. നമ്മള് ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കുറെ ഈ പ്രഗ്നൻസിനെ കുറിച്ചൊക്കെ കുറെ വീഡിയോ കാര്യങ്ങളും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. നമ്മൾ ഇത് പറയുന്നതിന്റെ കാര്യം നമുക്ക് അടുത്ത ദിവസങ്ങളിലോട്ട് നമ്മളെ വീഡിയോ എല്ലാരും കണ്ടിരിക്കണം. എന്നാ നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാക്കാം. കുറെ കാര്യങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്.
നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓണമൊക്കെ വരുന്നത് ഒരുപാട് നമ്മൾ അറിയാലോ, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനും ഒത്തിരി കാര്യങ്ങൾക്ക് നമുക്ക് വേണം. അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ കാണണം. എല്ലാവരും ഷെയറും ചെയ്യണം. എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതലായിട്ടൊന്നും പറയാനില്ല. എല്ലാവരോടും സന്തോഷം മാത്രം, എല്ലാവരോടും സ്നേഹം മാത്രം. അതെ, അപ്പൊ എല്ലാവരോടും ബൈ ബൈ. എല്ലാവർക്കും വിഷമമായിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ പറയുന്ന വിഷമമായിട്ടുണ്ടെങ്കിൽ അല്ല നമ്മള് നല്ല രീതിയിൽ കാണുന്നവർക്ക് ചിലപ്പോ അവരുടെ ഉദ്ദേശമാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് വല്ല വിഷമമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കുറിച്ചല്ല നമ്മൾ പറയാം. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം അവർ നല്ല രീതിയിൽ നമ്മളോട് നിൽക്കുന്നവരുടെ മനസ്സിലറിയാലോ ഞങ്ങൾ നല്ല രീതിയിലാണ് നിൽക്കുന്നതെന്ന്. വേറൊരു കാര്യം കൂടി പറയാം, ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന സ്നേഹം അത് വേണ്ട, അത് നമ്മള് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഇത് ഈ വീഡിയോ കണ്ടിട്ട് ഇനി വരുന്ന സ്നേഹത്തിനോട് അതൊന്നും വേണ്ട. നമുക്ക് നോക്കട്ടെ നമ്മളൊക്കെ എങ്ങനെയാണ് ആൾക്കാർ നിൽക്കുന്നതിന് മുന്നോട്ട് പോകുന്നതെന്നൊക്കെ നമ്മൾ നോക്കട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം വീഡിയോ കാണാല്ലേ. അപ്പൊ എല്ലാവരോടും ബൈ ബൈ.